ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വേഡിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണ് ഇന്ന് തന്നെ സെയിം ഡേയിൽ തന്നെ ഒരു 2 പുതിയ കേസും കൂടെ വേഡിനെതിരെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. റാപ്പർ വേടനെതിരെ ഉയർന്നിരിക്കുന്ന കൂടുതൽ പരാതികളെ കുറിച്ചാണ്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് 2 യുവതികൾ പരാതി നൽകി കഴിഞ്ഞു. നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനുള്ള സമയവും അവർ തേടിയിട്ടുണ്ട്. 2020-21 കാലഘട്ടത്തിലാണ് ഈ പരാതിയിൽ പറയുന്ന 2 സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ജവിൻ, എന്താണ് ഈ പരാതികളിൽ ഈ 2 പേരും പറയുന്നത്? ഈ പരാതി നൽകുക കൂടാതെ മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും അവർ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതെപ്പോഴായിരിക്കും? ഇന്നിപ്പോൾ ഈ നിലവിലെ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. ശാലിനി, ഈ 2 പരാതി എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് പഠനം നടത്തുന്ന 2 യുവതികളാണ്. അവർ ഈ പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ രണ്ടും നടന്നത് 2020-21 കാലഘട്ടത്തിലാണ്. ആദ്യത്തെ യുവതി ഗവേഷണം നടത്തുന്ന ആളായിരുന്നു. ആ സമയത്ത് വേടന്റെ പാട്ടുകളൊക്കെ വെച്ച് വേടനെ അന്ന് ഫോണിൽ ബന്ധപ്പെടുകയും ഇങ്ങനെ കാര്യം അവതരിപ്പിച്ചപ്പോൾ വേടൻ അവരോട് നേരിൽ കാണാമെന്ന് പറഞ്ഞ് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുകയും കൊച്ചിയിലെത്തി വേടന്റെ ഒരു ഫ്ളാറ്റിൽ വെച്ച് അവരെ ആദ്യം കടന്നു പിടിച്ചു. അത് എതിർത്തപ്പോൾ അവരെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് ആദ്യത്തെ പരാതി. ആ പരാതിയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. രണ്ടാമത്തെ പരാതി ഇവിടെയൊക്കെ തന്നെയുള്ള ഒരു പ്രമുഖയായ സംഗീതജ്ഞയാണ്, കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു യുവതിയാണ്. അവരും ഇപ്പോൾ പുറത്ത് പഠനം നടത്തുകയാണ്. അവരുടെ പരാതിയും ഇത് തന്നെയാണ്. തന്റെ സംഗീതത്തിലൊക്കെ ആകൃഷ്ടനായ വേടൻ തന്നെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പരിചയത്തിലായിരുന്നു. ആ പരിചയത്തിനിടയിലാണ് ഒരിടയ്ക്ക് ഇതുപോലെ വേടൻ ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയും അവിടെ പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് അനുവാദം കൂടാതെ വേടൻ ഇതുപോലെ ലൈംഗികമായി ഉപദ്രവിച്ചു. എതിർത്തപ്പോൾ ക്രൂരമായി തന്നെ ഉപദ്രവിച്ചു എന്നതാണ് പരാതി. ഈ 2 പരാതികളും നേരിട്ട്, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം തന്നെ 2 യുവതികളും കൂടെ മുന്നോട്ട് വരികയാണ്, ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. സെയിം, അതും ഇപ്പൊ ഈ ഇടക്കാലത്തൊന്നുമല്ല, 2020-21 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇപ്പോഴവർ 2 പേരും കേസും കൊണ്ടുവന്നത്. ഒരാളാണെങ്കിൽ ദളിത് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരാള് വേടനെടുത്ത് നമ്പർ കണ്ടെത്തി വിളിച്ച് ഇതിനൊരു ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. തുടർന്ന് വേടൻ ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഇന്നെ ഫ്ലൈറ്റിലോട്ട് വിളിക്കുന്നു, അവിടെ വെച്ച് പീഡിപ്പിക്കുന്നു. ആഹാ, ഫോണിനകത്ത് വിളിക്കാനും വിളിച്ച സ്ഥലത്ത് പറഞ്ഞ് ഓടിച്ചെന്ന് കയറാനും പീഡിപ്പിക്കാനും അതിനെതിരെ അടുത്ത പുതിയ കേസ്. അതിപ്പോ ഉടനെ വന്നതല്ല കേട്ടോ, റീസെന്റ് നടത്താണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. സെയിം ഇത് 2020-21 കാലഘട്ടത്തിൽ. ഇത് എന്താ ഇത്? അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കൂടെ ഒരാളും കൂടെ അവരും ഇതുപോലെ എന്താ പറയാ, സെയിം ഫീൽഡിൽ സംഗീതത്തിൽ ഉയർന്നു നിൽക്കുന്ന വേറൊരാൾ, അതും ഇതുപോലെ വിളിക്കാനും പോവാനും പീഡിപ്പിക്കാനും. കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന പരിഗണിച്ചിരിക്കുന്ന ആ ഒരു സെയിം ഡേ തന്നെ ഇവര് കേസുമായിട്ട് വരികയാണ്. മുഖ്യമന്ത്രി നേരിട്ട് കാണണം, സംസാരിക്കണം. എന്താ ഇത്? കൂട്ടമായിട്ട് ഒരാളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കണയാണ്. എന്തെങ്കിലും ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ട്, ഇപ്പം 2025-24 നടന്നിട്ട കാര്യമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ 3, 4, 5 വർഷം മുമ്പുള്ള കേസുകൾ എന്തിനാണ് ഇപ്പൊ ഇവര് കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അത് നിങ്ങൾ വേറെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നാണ് ആ കോടതി മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഒരു ദിവസം. അന്ന് തന്നെ സെയിം ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്, സെയിം ഡേയില്. എന്താ പറയാ, ഒരു ആസൂത്രണം ചെയ്തിട്ട് ചെയ്യുന്ന കണക്ക്. ഇത് എന്താ ഈ കൂട്ടം കൂടി ഒരാളെ വേട്ടയിടാൻ നോക്കുന്നതാണോ, തകർക്കാൻ നോക്കുന്നതാണോ, നശിപ്പിക്കാൻ നോക്കുക, എന്താണ് സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല. ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2020-21 കാലഘട്ടത്തില് വേടൻ റാപ്പിന് വരെ റേപ്പാണെന്ന് തോന്നുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതേ കണക്കാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടി. ഇത് സെയിം മുമ്പത്തെ ആ ഡോക്ടറിന്റെ 2020-21 ആ ഒരു കാലഘട്ടത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. സെയിം ഇപ്പം വന്നതും 2020-21 കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരെല്ലാവരും കേസുകളൊക്കെ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി എന്താ പറയാ കൂട്ടുന്നുണ്ട്. മഞ്ജു, സിന്ധു, കുഞ്ചു, നിങ്ങൾ 3 പേരും നീ ഇപ്പം കൊടുക്കും, നീ 2020-21, നീ എപ്പോഴും 2020-21, ഞാൻ 2022-23 കാലഘട്ടം. അപ്പൊ നീ അപ്പം ഞാൻ ആദ്യം കേസ് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും പിന്നീട് കേസ് കൊടുക്കാം, ഇനി അടുത്ത നമ്മളെ സിന്ധുവും കുഞ്ചുവും കൂടെ പിന്നീട് കൊടുക്കട്ടെ. ഇതെന്ത് ഇങ്ങനെ ഫുൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇങ്ങനെ കൂട്ടത്തോട് തീരുമാനം എടുത്തിട്ട് ചെയ്യുന്ന കണക്കാണ് തോന്നാൻ. എന്താ ഇത്? ഇത് വേണ്ടി എന്തുവാണ് ഇതൊക്കെ നടക്കണത് സംഭവങ്ങള്? കുറച്ചു മുമ്പേ 2 ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡോക്ടർ പോലീസിന് രഹസ്യ മൊഴി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അത് പോലീസ് അപ്പോഴും കണക്ക് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതൊരു ഭാഗത്ത് വേറെ ഒന്ന്. ഇത് ഇങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അങ്ങ് അലിഗേഷൻ നടത്തുകയാണ്, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ട്രെൻഡ് കണക്ക്. ഇനിയിപ്പം ഒരു സ്ഥലം ചെയ്യാം. ഇപ്പം ബാക്കി ഇനി അടുത്ത് ഇനി കുറച്ച് ഇത് തീർന്നിട്ടില്ല രാമ, തീർന്നിട്ടില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനി അടുത്ത 2 കൂടെ വരും. ഇപ്പം വന്ന പുതിയ ഒരാൾ ഡോക്ടറായിരുന്നു, ഒരാള് ദളിത് ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരാള് പിന്നെ സംഗീതത്തിന് പ്രമുഖം. ഇനി അടുത്ത വേറെ ആരാണൊക്കെ ഇനിയിപ്പം മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്ന വേറെ ആരെങ്കിലും ആയിട്ടായിരിക്കും വരുന്നത്.
കൂട്ടം കൂടി ഒരാളെ ഇങ്ങനെ ആക്രമിക്കുകയാണ്. ഈ മുന്നോട്ട് പോയാൽ ഇതെന്തൊക്കെയാണ് സംഭവം എന്ന് നിജസ്ഥിതികൾ വ്യക്തമായിട്ട് വരത്തുള്ളൂ. ഇതാ പറയും, പിന്നെ അവരെ ഒന്നും ആരെയും കാണാനില്ല. അവരങ്ങ് എന്താ പറയാ, കാണാൻ മറയത്തോട്ട് അങ്ങ് മായി. ഇവര് ഫേസ് കറക്റ്റ് ആയിട്ട് വന്നിരുന്നിട്ട് മീഡിയയുടെ മുന്നിൽ പറയട്ടെ, ഫുള്ളും രേഖകളും തെളിവുകളും എല്ലാം വെച്ചിട്ട് അങ്ങ് പറയട്ടെ. ഇതല്ലാതെ ബ്ലാങ്കിൽ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞ അങ്ങ് കേസ് കൊടുക്കുകയാണ് ഒരാളുടെ പേരിൽ. 1 ആയി 2 ആയി 3 ആയി. ഇത് വല്ലാത്തൊരു ഇത് തന്നെ കേട്ടാ. ഇതെന്ത് പറയാം, ഇതിനെ കുറിച്ച് വേറെ കൂടുതലൊന്നും പറയാനില്ല. അമ്മാതിരി ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ വേട്ടയാടുമോ? ഇപ്പം ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെന്ന് തന്നെ കരുതുക. ഇതെന്താ എല്ലാവരും ഒരേപോലെ കേസ് കൊടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഒരാളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പോട്ട് ചെയ്ത് സമയമെടുത്ത് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോ അടുത്ത രണ്ടും സെയിം അതേ കാലഘട്ടം അതേ സമയം ഇവര് കേസ് കൊടുത്ത അതേ ഒരു ടൈം ഓഫ് പീരീഡിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരാൾ കേസ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് എന്നെയും ചെയ്തില്ല, പിന്നെ ഞാൻ ഇതിന് മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷത്തിന് ശേഷം പറഞ്ഞ ഒരാളെ മൈൻഡ് സെറ്റ് ചിലപ്പം സെയിം ആയിരിക്കും. ബാക്കി രണ്ടുപേരും എല്ലാവരെയും ഒരേപോലത്തെ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടല്ലേ വരേണ്ടത്. ഇനി ഇത് ഉറപ്പാണ്, 100% ഉറപ്പുണ്ട്. ഇത് തീർന്നിട്ടില്ല, ഇനിയും വരാൻ കിടക്കണേ ഉള്ളൂ. ഇനി എത്ര എണ്ണം വരണമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇടയ്ക്കൊരു വേടൻ ന്യൂസിൽ കൊടുക്കുന്നുണ്ട്, തന്നെയും തന്റെ മാനേജറിനെയും വിളിച്ച് നിരന്തരം ഭീഷണികളൊക്കെ എടുത്തുന്നുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടി. എനിക്കൊന്ന് ഇതിൽ സെപ്പറേറ്റ് കുറെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനിയിപ്പോ മുന്നോട്ട് ഇനി എന്താണ് നടക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇത് ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ ഓരോരോ ടെസ്റ്റുകൾ പുതിയതായിട്ട് ഇങ്ങനെ ഓരോന്നും വന്നു കൊണ്ടിരിക്കുകയാണ്. അവസ്ഥകൾ പരിതാപകരം. ഒരു രക്ഷയില്ല. വേറെയാണെങ്കിൽ ഇന്നിപ്പം ഈ ജാമ്യത്തില് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം കൂടുതൽ മീഡിയ പ്രസൻസ് വന്ന് എന്താണ് കാര്യങ്ങൾ കുറച്ച് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാൻ പറ്റിയാണ്. ഇനിയിപ്പം ഇതിപ്പോ വീണ്ടും കോടതി ഇനിയിപ്പം ഇങ്ങനെ ഒരു കേസ് ഇപ്പം ഉടനെ കൊടുത്ത സമയത്ത് ഇനിയിപ്പം മുൻകൂർ ജാമ്യം അനുവദിക്കുന്നില്ല. ഏറ്റവും കാര്യം ഇവർ രണ്ടുപേരും കേസ് കൊടുത്താൽ പെട്ടെന്ന് മുഖ്യമന്ത്രി തന്നെ കാണാം. അങ്ങനെ ഒരു ഇത് ഇവിടെ ഉള്ള എല്ലാ ഇതുപോലെ കേസുകളിൽ വരുന്നത് എല്ലാവരും മുഖ്യമന്ത്രി കണ്ടിട്ടാണ് കേസ് ഇതൊക്കെ കൊടുക്കുന്നത്. കാണാൻ മറയത്ത് ഒളിച്ചിരുന്നിട്ട് ഇങ്ങ് കൊടുക്കുക. വീണ്ടും ഒരു കേസ് തന്നെ അവരെ പേര് വ്യക്തമാക്കത്തില്ല, അവര് എവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ ഒന്നും വ്യക്തമാക്കത്തില്ല. രണ്ടുപേരും കൂടെ അടുത്ത പുതിയൊരു കേസ് കൊടുത്തു. ഈ ഒരു ഹെഡ്ലൈനിലോട്ടായിരിക്കും ബാക്കി എല്ലാ ഇതിനകത്തും വരുന്നത്. കണ്ടറിയണം ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നെന്ന്. കാത്തിരുന്ന് കാണും. ഇതിന് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ ഒന്നും കിട്ടണില്ല. വല്ലാത്തൊരു ഇത് ഒന്നും പറയില്ല.